ലേവ്യ പുസ്തകം 19 അധ്യായം 17 വാക്യം. കൂട്ടുകാരനെ നിന്റെ ഹൃദയത്തിൽ ദ്വേഷിക്കരുത്. കൂട്ടുകാരന്റെ പാപം നിന്റെ മേൽ വരാതിരിപ്പാൻ അവനെ താൽപ്പര്യമായി ശാസിക്കണം. 2 കാര്യങ്ങൾ ഈ വാക്യത്തിൽ കാണാം. ആദ്യ നോട്ടത്തിൽ അവ പരസ്പര വിരുദ്ധമാണെന്ന് തോന്നുകയും ചെയ്യാം. കൂട്ടുകാരനോട് ദേഷ്യവും പകയും ഇല്ലാതിരിക്കുക, എന്നാൽ അപ്പോൾ തന്നെ അവൻ തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ അവനെ ശാസിക്കുകയും ചെയ്യുക. സ്നേഹം കൊണ്ട് മറ്റൊരാളുടെ തെറ്റുകളെ ന്യായീകരിക്കാൻ പാടില്ല എന്നും തെറ്റ് ചൂണ്ടിക്കാട്ടി നേർവഴി ഉപദേശിക്കാനുള്ള ധാർമ്മിക ഉത്തരവാദിത്തം ഉണ്ടെന്നും മനസ്സിലാക്കി തരുന്നതാണ് ഈ തിരുവചനം. ആത്മാർത്ഥതയുള്ള സ്നേഹം പാപങ്ങളെ ക്ഷമിക്കുവാൻ കഴിയുന്നതാണ്, എന്നാൽ അത് കണ്ടില്ലെന്ന് നടിക്കുന്നതല്ല. അതായത് പാപത്തെക്കുറിച്ച് എത്ര വലിയ സ്നേഹമുള്ളയാളോടും ബോധ്യം വരുത്തി അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനോ പരിഹാരമുണ്ടാക്കാനോ തയ്യാറാകുന്നില്ലെങ്കിൽ ആ സ്നേഹം കപടമാണ്. സ്നേഹിതൻ വരുത്തുന്ന മുറിവുകൾ വിശ്വസ്തതയുടെ ഫലം എന്ന് സദൃശവാക്യങ്ങൾ 27:6 രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെയും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരുണ്ടെങ്കിൽ അവരോട് ദേഷ്യവും പകയും തോന്നേണ്ടതില്ല. നമ്മോടുള്ള ആത്മാർത്ഥ സ്നേഹത്തിന്റെ ഫലമാണ് അത് എന്ന് മനസ്സിലാക്കുകയാണ് വേണ്ടത്. നമ്മുടെ നന്മയും ഉയർച്ചയും നല്ല ഭാവിയും ആഗ്രഹിക്കുന്നയാൾ നിശ്ചയമായും നമ്മുടെ കുറവുകളെ ബോധ്യപ്പെടുത്തും. നമുക്ക് പാപബോധം വരുത്തുവാൻ കഴിയുന്ന ഒരു വ്യക്തിയെ നാം അത് ചെയ്യാതിരിക്കുന്നുവെങ്കിൽ അയാളുടെ പാപത്തിന്റെ ഉത്തരവാദിത്തം നമ്മോട് ദൈവം കണക്കിടും. സ്നേഹത്തിലൂന്നിയ ശാസനകൾ തൽക്കാലം വേദനയുണ്ടാക്കുമെങ്കിലും നാളെ തിരിഞ്ഞു നോക്കുമ്പോൾ അത് ഗുണമായിരുന്നെന്ന് മനസ്സിലാകും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.